രാജ്യത്തെ IIT IIM വേറെ എവിടെയും പോകണ്ട, ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും ഇല്ലല്ലോ, ഒരു മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനമില്ല. IIT-ലും IIM-ലും ഈ കാലഘട്ടത്തിൽ മരിച്ചത് 46 കുട്ടികളാണ്. എല്ലാം സൂയിസൈഡാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡേഴ്സാണ്. എന്നും സിദ്ധാർത്ഥൻ്റെ അമ്മ സംസാരിക്കുമ്പോൾ അത് വേദനയോടെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഒരു മിടുക്കനായൊരു കുട്ടി, ഇപ്പം നിതിൻ, സിദ്ധാർത്ഥൻ, പേരുകൾ വേറെയാണെങ്കിലും ഏതാണ്ടൊക്കെ അനുഭവങ്ങളൊന്നാണ്. അവിടെ ഒരിടത്ത് SFI കൂടി ആരോപണ വിധേയരായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 വർഷം കഴിഞ്ഞു, ആർക്കും ഒന്നും സംഭവിച്ചില്ല. സംഭവിച്ചത് ഈ കുടുംബത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ നിതിൻ്റെ കുടുംബത്തിന് മാത്രമാണ്. നമുക്ക് കേന്ദ്ര നിയമങ്ങളെ പറയാം, അല്ലെങ്കിൽ നമ്മുടെ മാറിയ ക്യാമ്പസുകളെ പറയാം. പക്ഷേ ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഇതിൽ ഒരിടത്ത് പോലും നമുക്കൊരു മാറ്റവും വരുത്താൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മുടെ തോൽവിയായി തന്നെ നമ്മൾ അംഗീകരിക്കേണ്ടി വരില്ലേ? ഒരു കുട്ടിക്ക് പേടിയോടെ പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കേരളത്തിലൊരു ക്യാമ്പസിലുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഇനി അനുവദിക്കാൻ പറ്റും? ഒരു വിദ്യാർത്ഥിയും കേരളത്തിലെ ഒരു ക്യാമ്പസിലും പേടിയോടെ പഠിക്കരുത് എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഇത് ആത്മാർത്ഥമായും കഴിഞ്ഞ 5.5 പതിറ്റാണ്ടായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലൊക്കെ 2 വർഷം മുമ്പ് ഇത്തരത്തിലുള്ള ഒരുപാട് ഫ്ലോറുകളിൽ വന്നിരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഗവർണർ ഉൾപ്പെടെയുള്ള പലരും അന്വേഷിച്ചും മറ്റു കാര്യങ്ങളും അന്ന് ഏകദേശം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഞെക്കിക്കൊല്ലാനുള്ള നിലപാട് മാത്രമായിരുന്നു. ഞങ്ങൾ അന്നും പറഞ്ഞു അതിൽ ശക്തമായ നിലപാടെടുക്കണം, അന്വേഷിക്കണം, അതിൽ കുറ്റക്കാരെ കണ്ടെത്തി അവരെ ശിക്ഷിക്കണം. അതിൽ നിന്നും ഒരു വ്യത്യസ്ത അണുവിട മാറിയിട്ടുള്ള നിലപാട് ഞങ്ങൾക്കിപ്പോഴുമില്ല. അത് ആ നിലയിൽ തന്നെ ഞങ്ങൾ ഉയർത്തുകയാണ്. എന്നാൽ അത് ഞങ്ങളുടെ പൊതുവിൽ അത് SFIയുടെ പൊതുധാരണയാണെന്ന്, പൊതുരാഷ്ട്രീയവും അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും അത് പ്രതിരോധിക്കേണ്ടി വരും. അത് പ്രതിരോധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഇത്തരത്തിൽ ഒരു അരാഷ്ട്രീയ ബോധം, എല്ലാവർക്കും അവകാശമുണ്ടെന്നും, ഇവിടെ പറഞ്ഞതുപോലെ അമ്മ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും അവകാശമുണ്ടെന്നും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും എല്ലാവർക്കും ആ ബോധ്യം ഒരു വ്യക്തി എന്ന നിലയിൽ അയാളുടെ ഒരു വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താനുള്ള എല്ലാവിധ സർക്കംസ്റ്റാൻസസും അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റും ക്യാമ്പസ് അന്തരീക്ഷത്തിൽ ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ഒരുപാട് സ്വകാര്യ ക്യാമ്പസുകളുണ്ട് എന്നുള്ളതാണ്. ആ സ്വകാര്യ ക്യാമ്പസുകളും അത്തരത്തിലുള്ള ക്യാമ്പസുകളിലെ അന്തരീക്ഷവും മാറേണ്ടതുണ്ട്. അതിന് ഒട്ടനവധി ഇടപെടലുകളും നിയമനിർമ്മാണവും ഒക്കെ നടത്തിയിട്ടുള്ള നാടാണ്. അപ്പോൾ അത് കേവലം നിയമനിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇതിപ്പോൾ ഒരു ബോധത്തിൻ്റെ ഭാഗമായാണ്. ഇപ്പോൾ ഈ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു അധ്യാപകൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ള ഭാഷയും അദ്ദേഹത്തോട് ഇടപെട്ടിട്ടുള്ള ഒരു രീതിയുമാണ്. ആ രീതി ഒരിക്കലും ഒരു അധ്യാപകന് ചേർന്നതല്ല. അദ്ദേഹത്തെ അധ്യാപകൻ എന്ന് തന്നെ വിളിക്കണോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അങ്ങനെ വിളിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അധ്യാപനം അത്തരത്തിലുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഒരു തലമുറയെ വാർത്തെടുക്കേണ്ട ഒരു വിദ്യാഭ്യാസ പ്രക്രിയയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അടുത്ത തലമുറയെ സൃഷ്ടിച്ചെടുക്കേണ്ട അധ്യാപനം തന്നെ ആ തലമുറയെ ഇല്ലാതാക്കുന്ന നിലപാടെടുത്താൽ എന്ത് ചെയ്യും? പിന്നെ ആരെ എവിടെ കാണും? ഇപ്പോൾ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ക്യാമ്പസ് അന്തരീക്ഷം തന്നെ ഇങ്ങനെയായാൽ എങ്ങനെ മാറും? അപ്പോൾ ആ നിലയിൽ ഇത്തരം ക്യാമ്പസുകളിൽ സഞ്ജീവ്, നമ്മൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഇതിന് ഒരു പരിഹാരം വേണ്ടേ? ഇനി ഒരിക്കലും രോഹിത് വെമുല തൊട്ട് നമുക്കറിയാം, 10 വർഷം കഴിഞ്ഞു പോയി. അന്ന് തൊട്ട് നമ്മൾ പറയണ്ടേ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. നമ്മൾ പക്ഷേ കേരളത്തിൽ കുറച്ചും കൂടെ വ്യത്യസ്തമാണ് സ്ഥിതി. നമ്മൾ ഇതൊന്നും ഉണ്ടെന്ന് അംഗീകരിക്കാത്തൊരു സമൂഹമാണ്. നമ്മുടെ നാട്ടിൽ ജാതി ഉണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരം വേർതിരിവുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരാൾ പറയുമോ എന്ന ആശങ്കയോടെ, അല്ലെങ്കിൽ ഭയങ്കര അത്ഭുതത്തോടെ കാണുന്ന ഒരു സമൂഹമാണ്. ഇന്നിപ്പോൾ ഈ വാർത്ത കേട്ടപ്പോഴും എത്രയോ പേർ പറഞ്ഞു കാണും ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുമെന്ന്. പക്ഷെ ഇതൊക്കെ ഉണ്ടെന്ന യാഥാർത്ഥ്യം നേരിട്ടറിയാവുന്നവരാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ പാനലിൽ ഇരിക്കുന്നവരെങ്കിലും. അങ്ങനെയൊന്നും ഞങ്ങൾ കരുതുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ തൊട്ടു മുമ്പാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. അങ്ങ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ പോലും കൈകാര്യം ചെയ്തത് സാമുദായികപരമായിട്ടാണ്. നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളും അതെ. അത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടില്ലാന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിലും ഇടതുപക്ഷ സംഘടന എന്ന നിലയിലും ഞങ്ങൾ പറയുന്നു, മനുഷ്യരെ മനുഷ്യരായി കാണാൻ ഞങ്ങൾ എത്ര കാലമായി ആഹ്വാനം ചെയ്യുന്നു, എത്ര കാലഘട്ടത്തിൽ ഇടപെട്ടു. അപ്പോൾ പല കാരണങ്ങളും വെച്ച് വിദ്യാർത്ഥികളുടെ യൂണിഫോം തൊട്ട്, വിദ്യാർത്ഥികളുടെ പഠനം തൊട്ട്, സിലബസ് തൊട്ട് എല്ലാത്തിലും ഇവർക്കൊക്കെ ഇടപെടണം. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യത്തിലും ഇവർ ഇടപെടണമെന്ന് മാത്രമല്ല, സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഘട്ടത്തിലും ഇത്തരത്തിലുള്ള ശക്തികൾ സമ്മതിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഇടപെട്ടപ്പോൾ വിമോചന സമരം തൊട്ട് ഈ നാട്ടിൽ സൂംബ ഡാൻസിന് വരെ സമരം ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഈ പാനലിലും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന, ഇപ്പോൾ രജനീയസ് ആനന്ദ് മരിച്ചു വീണ ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. എന്താ രജനീയസ് ആനന്ദിൻ്റെ അനുഭവം? വിദ്യാർത്ഥി സംഘടന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഘട്ടത്തിൽ രക്തസാക്ഷിയാണോ? അല്ല. എഞ്ചിനീയറിംഗിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി തലവരി പണം കൊടുക്കാനില്ല എന്നതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നതാണ്. ആരാണ് സ്വയംഭരണ ക്യാമ്പസുകൾ കേരളത്തിൽ കൊണ്ടുവന്നത്? ഞാനൊരു രാഷ്ട്രീയ ആരോപണത്തിലേക്കൊന്നും പോകുന്നില്ല. പോക്കിന്റെ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതിനെ ദുർബലപ്പെടുത്തുകയാണ്. ഇപ്പോൾ സ്വകാര്യ ക്യാമ്പസുകളിലേക്ക് എവിടെയും കടന്നു ചെല്ലാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ സ്വകാര്യ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയോ വിലക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയ സംഘടനകൾ വേണ്ട. അല്ല, പൂക്കോട് ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ.
അല്ല, ഞാൻ പറയാണല്ലോ അത്തരത്തിലുള്ള നിലപാട് അത് നിങ്ങൾ ഒരു വിഷയത്തെ ഉൾപ്പെടുത്തി ഇത് അല്ല, ഞാൻ പറയുന്നത് രാഷ്ട്രീയമില്ലാത്തതാണ് പ്രശ്നം എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്, നമ്മളൊക്കെയും പറയാറുണ്ട്. രാഷ്ട്രീയമില്ലാത്തതാണ് പ്രശ്നം. പക്ഷേ പൂക്കോട് വെറ്ററിനറി കോളേജിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു, വളരെ ശക്തമായ രാഷ്ട്രീയ സംഘടനാ സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരു കുട്ടിക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ടു. അല്ല, അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വ്യക്തികൾക്ക് സംഭവിച്ച ഒരു പ്രശ്നത്തെ അത് പൂർണ്ണമായും ഒരു സംവിധാനത്തിൻ്റെയും ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെയും മുഴുവൻ പ്രശ്നമാണെന്ന് പറഞ്ഞ് തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് അത് മറ്റൊരു തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കുകയുള്ളൂ, ഇത്തരം ശക്തികളെ സഹായിക്കുകയുള്ളൂ. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, അത്തരത്തിലൊരു തെറ്റായ നിലപാട് സ്വീകരിക്കാൻ കേരളത്തിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും തയ്യാറാവില്ല. ഞങ്ങൾ കരുതുന്നില്ല അങ്ങനെ ഏതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനം തയ്യാറാവുന്നു ഇത്തരത്തിൽ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ ഈ തരത്തിൽ ഇടപെട്ടിരിക്കണം. പക്ഷെ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഇത്തരം വിഷയങ്ങളിൽ നിയമനിർമ്മാണം സൃഷ്ടിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നാട്ടിലെ നമുക്കൊരു കോടതി വിധികളെ എടുത്ത് പരിശോധിക്കാം. കോടതി വിധികൾ പൂർണ്ണമായും ഇത്തരത്തിൽ സ്വകാര്യ ക്യാമ്പസുകളിൽ ഈ തരത്തിൽ തന്നെ മതി, ഒരു അച്ചടക്കത്തിൻ്റെ ഒരു ഫാം ഹൗസുകളാക്കി മാറ്റിയാൽ മതി. ഓട്ടോണമസ് കോളേജുകൾ സംസ്ഥാനത്തെമ്പാടും വാരിക്കോരി വിതരണം ചെയ്യുന്ന വിധത്തിലേക്ക് കോടതികൾ വിധി പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സർക്കാരിന് പോലും ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ നിയമനിർമ്മാണ സമിതികളെ പോലും സഭകളെ പോലും നോക്കുകുത്തിയാക്കി ചിലരൊക്കെ ഇൻഡയറക്റ്റായിട്ട് ഇടപെടുകയാണ്. അപ്പോൾ ആ ഇൻഡയറക്റ്റ് ഇടപെടലിനെ ഞങ്ങൾ ചോദ്യം ചെയ്യില്ല, പക്ഷേ അതിൽ ആന്തരികമായി അന്വേഷണം നടത്തണം, എന്താണ് യഥാർത്ഥത്തിലെ വിഷയമെന്ന് മനസ്സിലാക്കണം, എന്താണ് തലമുറക്ക് ആവശ്യമെന്നുള്ളത് തിരിച്ചറിയണം. ഈ അധ്യാപകൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ബോധ്യം എന്താണെന്ന് തിരിച്ചറിയണം. നിങ്ങളെല്ലാം നോക്കിയാൽ മതി, രാജ്യത്തെ IIT IIM വേറെ എവിടെയും പോകണ്ട, ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും ഇല്ലല്ലോ, മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനമില്ല. IIT-ലും IIM-ലും ഈ കാലഘട്ടത്തിൽ മരിച്ചത് 46 കുട്ടികളാണ്, എല്ലാം സൂയിസൈഡാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡേഴ്സാണ്. ഫാത്തിമ ലത്തീഫ് കേരളത്തിൻ്റെ അനുഭവമാണ്. എന്നാൽ അതുപോലെയുള്ള ഒട്ടനവധി IIT IIM ആ നിലവാരത്തിലെ ക്യാമ്പസുകളുടെ സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ നിലയിലേക്ക് ക്യാമ്പസിലെ അന്തരീക്ഷം മാറാനുള്ള ഒരു പൊതുബോധം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ അന്തരീക്ഷം, ആ സാമൂഹ്യ അന്തരീക്ഷം പൊതുവിൽ ഉണ്ടാകുന്നതാണ്. നമ്മൾ അതിൽ രാഷ്ട്രീയമില്ല എന്നൊന്നും കരുതരുത്, അതിൽ രാഷ്ട്രീയമുണ്ട്, വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ന് ഭരിക്കുന്ന സംഘപരിവാർ ഫാസിസത്തിന്റെ ഒരു ഉപോൽപ്പന്നമാണ്. ആ ഉൽപ്പന്നമാണ് വന്ന് ക്യാമ്പസിൽ കിടക്കുന്നത്. അതിൻ്റെ ആളുകളാണ് ഏജന്റുമാർ. ആ ഏജന്റുമാരാണ് താൽക്കാലിക VC-മാരും രജിസ്റ്റർമാരും, അവർ നിയമിക്കുന്ന ഡീൻമാരും. അവരിടപെടില്ലേ? അവരുടെ നയ സമീപനങ്ങളൊക്കെ ഇതായിരിക്കില്ലേ? അതുകൊണ്ടല്ലേ കാര്യവട്ടത്ത് ഒരു 20 വർഷം സംസ്കൃതം പഠിച്ച ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കി അത് പറഞ്ഞത്. അങ്ങനെ പറയാൻ പറ്റാത്ത വിധത്തിലുള്ള അധ്യാപകർ ഈ കേരളത്തിലില്ലേ?